കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത്. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീക്കോട് കൂടി തന്നെ നമുക്ക് ഈ സ്പീഡ് ആൻഡ് ലവ് എപ്പിസോഡ് കണ്ട് തീർക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ. അതിനുശേഷം നമ്മൾ ഈ ചാനൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സെക്ഷൻ ഇയുടെ വീഡിയോസിനൊപ്പം തന്നെ പുതിയൊരു ഡ്രാമയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം സെക്ഷൻ ഈ ഓൺഗോയിങ് ആണല്ലോ, ആഴ്ചയിൽ ഒന്നൊക്കെ ഇറങ്ങാറുള്ളൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എന്താ, മൂവും ജിന്നും കണ്ടുമുട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെ ജിന്നിട്ട് ചെറിയ പണിയൊക്കെ കൊടുത്ത് മൂ അങ്ങനെ രസകരമായി അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാണത്. ഇപ്പൊ തന്നെ അവൾ ഉറങ്ങി എണ്ണിക്കുന്ന സമയം ജിന്നിന് എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ ഓർത്ത് ഫോൺ എടുത്ത് ഗുഡ് മോർണിംഗ് അയക്കണോ എന്തയക്കണോ എന്നിങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയി പല മെസ്സേജ് ടൈപ്പ് ചെയ്ത് അത് അയക്കാതെ ഡിലീറ്റ് അടിച്ച് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോഴേക്കും ജിന്ന് അവൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടാവും, വാം ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടോ, കുടയും മറക്കണ്ടെന്ന്. അത് കാണുന്നവൾ വളരെ ഹാപ്പി ആവുന്നു. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ കുറച്ച് ഡെയിലി റൊട്ടീൻസ് ആണ്. ജിൻ താമസിക്കുന്നിടത്ത് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അവന്റെ ഡോഗിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും പിന്നീട് അവൻ റിസർച്ച് സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുന്നതും ഒക്കെ തന്നെ. അതിനുശേഷം മൂ ആകട്ടെ ജിൻ ഇല്ലാത്തപ്പോൾ അവന്റെ കഫേയുടെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ സ്റ്റാഫ്സിന്റെ അടുത്ത് ഓപ്പൺ ആയി തന്നെ അവൾ ഒരു കാര്യം ചോദിക്കുന്നു. അവൾ ഇവിടെ ജിന്നിനെ അന്വേഷിച്ചപ്പോൾ ഒരു രജിസ്റ്റർ കൊടുത്തിട്ട് അതിൽ ഡീറ്റെയിൽ എഴുതാനായി ആ സ്റ്റാഫ്സ് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഇതുപോലെ ജിന്നിനെ അന്വേഷിച്ചെത്തുന്ന, അതായത് ഇവിടുത്തെ ഹാൻസം ആയ ഈ ഒരു കഫേ ഓണറിനെ അന്വേഷിച്ചെത്തുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് ആയിരുന്നല്ലോ അതിലുണ്ടായിരുന്നത്. അതിനെപ്പറ്റിയാണ് മൂ ചോദിക്കുന്നത്. ജിൻ ആ ലിസ്റ്റിലുള്ള പെൺകുട്ടികളെ തിരിച്ചെപ്പോഴേലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. ആ ടീം അങ്ങനൊന്നും കോൺടാക്ട് ചെയ്തിട്ടില്ലെന്നും അവരിൽ ഒരാൾ പറയുമ്പോൾ മൂ ജിന്നിന്റെ ഡീറ്റെയിൽസ് ചുമ്മാ ചോദിക്കുന്നുണ്ട്. ഓൺലൈനിൽ കണ്ടില്ല കല്യാണം കഴിച്ചു കൊച്ചുണ്ടെന്നൊക്കെ. അപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും വിദേശത്താ ഉള്ളതാ എന്നാ കേട്ടിട്ടുള്ളത്, പക്ഷെ വീട്ടിലെങ്ങും അങ്ങനെ ആരെയും കണ്ടിട്ടില്ല, ഒറ്റയ്ക്കാ താമസിക്കുന്നതെന്നൊക്കെ ഒരു സ്റ്റാഫ് പറയുമ്പോൾ ഒരു പക്ഷേ ഈ അന്വേഷിച്ചെത്തുന്ന പെമ്പിള്ളേരെ റിജക്ട് ചെയ്യാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതായിരിക്കും അല്ലേ മാരീഡ് ആണെന്ന്. അങ്ങനെ അവൻ ഒരു സാധ്യതയിലാണ്. അത് കേട്ട് മൂ ആശ്വാസത്തിൽ പറയുമ്പോഴേക്കും മറ്റൊരു സ്റ്റാഫ്, അല്ല പക്ഷെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് അന്ന് ഒരിക്കൽ എന്തോ ഒരു ആവശ്യത്തിന് ഞാൻ പോയപ്പോ ഒരു ലേഡി ഉണ്ടായിരുന്നു. ലേഡിയോ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ നല്ല സുന്ദരിയാ, ഒരു ബോസിന്റെ ലേഡി എങ്ങനെയാണോ അതേ കണക്കാ ഞങ്ങളുടെ ആ ബോസിന്റെ ലേഡി ഉണ്ടായിരുന്നെന്ന് ഒരു സ്റ്റാഫ് പറയുമ്പോൾ ആണല്ലേ, ഞാൻ അത് ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ എപ്പോഴും ഫോൺ ചെയ്തപ്പോൾ ഒരു ലേഡി ആയിരുന്നു, കോൾ എടുത്തിരുന്നില്ല. മറ്റൊരു സ്റ്റാഫ് പറയുമ്പോൾ അവരിങ്ങനെ അതിനെപ്പറ്റി പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന മൂവിന് സഹിക്കാനേ വയ്യ. അവൾ കലിപ്പില് വേഗം എനിക്ക് താമസ സ്ഥലത്തിന്റെ അഡ്രസ്സ് ആണെന്ന് പറഞ്ഞ് അവരോട് അഡ്രസ്സ് ചോദിച്ചു മേടിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് എനിക്കൊരു കാര്യം തോന്നിയത്, ജിൻ തന്നെ അന്വേഷിച്ച് കഫേയിലേക്ക് എത്തുന്ന ആളുകളുടെ ലിസ്റ്റ് ഒരു രജിസ്റ്ററിൽ എഴുതിപ്പിക്കണമെന്ന് സ്റ്റാഫ്സിനോട് പറഞ്ഞത് ഒരു പക്ഷേ മൂ ഇവിടേക്ക് തന്നെ അന്വേഷിച്ചെത്തിയാൽ മിസ് ഔട്ട് ആവരുത്, അവൾ ആ ലിസ്റ്റിൽ അവളുടെ പേരെഴുതിയാൽ അത് വെച്ച് തനിക്ക് അവളെ കണ്ടെത്താം എന്നൊരു കാര്യം കൊണ്ടാകാം. എന്തായാലും ഇനി ഇവർ പറഞ്ഞ കണക്ക് ജിൻ മാരീഡ് ആണോ, വൈഫും മക്കളും വിദേശത്താണോ, കൂടെയുള്ള ലേഡി ആരാ എന്നൊക്കെ എന്തായാലും അന്വേഷിച്ചറിയാനായി മൂ വേഗം തന്നെ ആ അഡ്രസ്സിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അഡ്രസ്സിന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് എത്തുന്ന മൂ അവിടെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആരും ഡോറ് തുറക്കുന്നില്ല. ഇവിടെ ആരും ഇല്ലെന്ന് ചിന്തിച്ച് അവൾ നിൽക്കുമ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പൺ ആക്കി ഒരു ലേഡി വരുന്നുണ്ട്. ആ ലേഡി നേരെ ഈ അപ്പാർട്ട്മെന്റിന്റെ അവിടെയാണ് നിൽക്കുന്നത്. ആരാണെന്ന് മനസ്സിലാവാതെ മൂവിനോട് ചോദിക്കുമ്പോൾ ഞാൻ ജിന്നിനെ കാണാൻ വന്നതാണെന്ന് അവൾ പറയുന്ന ടീം അവർ വേഗം അവളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഇവരാണോ അവര് പറഞ്ഞ ലേഡി എന്നെല്ലാം അവൾക്ക് ഭയങ്കര കലിപ്പാവുന്നുണ്ട്. അവരകട്ട് അകത്ത് കയറി അവരുടെ വീട്ടിനകത്ത് ഇടുന്ന അവരുടെ സ്ലിപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടിട്ട് ഗസ്റ്റിനുള്ള സ്ലിപ്പേഴ്സ് ആണെന്ന് പറഞ്ഞു അവൾക്കും കൊടുക്കുമ്പോൾ അവളത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വാങ്ങുന്നുണ്ടെങ്കിലും ആരോട് നിന്റെ ഗസ്റ്റ്, നീ ആ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവരോട് ഭയങ്കര കലിപ്പില് ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വെച്ചേക്കുവാണ്. കുടിക്കാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്ന ആ ലേഡിയോട് തനിക്ക് വെള്ളം മാത്രം മതിയെന്ന് മൂ പറയുമ്പോൾ അവർ വെള്ളം എടുത്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇത് ജിന്നിന്റെ വീടല്ലേ, ഇവിടെയാണോ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെന്ന്. അത് കേട്ട് അവൾ ഭയങ്കര ഷോക്കായി ചോദിക്കുമ്പോൾ അതെ ഞാനും ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് ആ ലേഡി പറയുമ്പോൾ മൂന്നത് ഭയങ്കര ഷോക്കായിരുന്നു. ആ ലേഡിയുടെ പേര് ജൂലിയ എന്നാണ്. എന്തായാലും അവളങ്ങനെ അവരെ ഫ്രഷ് ആവാൻ പോയ ടീം അവിടെ ഇരിക്കുമ്പോൾ അവരുടെ ഫോൺ അവിടെ റിംഗ് അടിക്കുന്നുണ്ട്. ഒരു 5 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യന്റെ പടവാണ് ആ ഒരു കോളർ പിക്ചറായി വരുന്നത്. തുടർന്ന് അത് കാണുന്നവൾ ഇതായിരിക്കും ഇവരുടെ മകനെന്നൊക്കെ ആകെ ഡൗട്ടില് അവർ വരുമ്പോൾ ഫോൺ അടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവർ കോൾ എടുത്ത് നോക്കുന്നുണ്ട്. എന്റെ മകനാണെന്ന് അവർ പറയുന്ന ടീം ആ പയ്യന്റെ അച്ഛൻ ജിന്നാണോ എന്ന് അവളൊരു ടെൻഷനിൽ ചോദിക്കുമ്പോൾ അല്ലാന്ന് അവർ പറയുന്നുണ്ട്. അല്ല ഈ പയ്യന് ഒരു 5 വയസ്സുള്ള കണക്കാണല്ലോ, ജിന്നിന്റെ മോനാണോന്ന് അവൾ വീണ്ടും ചോദിക്കുമ്പോൾ അല്ല, എന്നെ വിളിച്ചത് എന്റെ മൂത്ത മോനാ, അവൻ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു, ഇതെന്റെ ഇളയ മോനാണെന്ന് അവർ പറയുമ്പോൾ അവൾ ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ഏജും കാര്യങ്ങളൊക്കെ. എന്നെ കണ്ട എത്ര വയസ്സ് തോന്നുന്നു അവർ ചോദിക്കുമ്പോൾ ഒരു 32 നമ്മൾ പറയുന്ന ടീം അല്ല എനിക്കൊരു 50 വയസ്സോളമുണ്ട്, എന്റെ മൂത്ത മകൻ ഗ്രാജുവേറ്റ് ആണ്, അപ്പൊ പിന്നെ എന്റെ പ്രായം അത്രയും കാണുമെന്ന് ഊഹിക്കാലോ, പിന്നെ അല്ല എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അവളുടെ ചോദ്യം കേട്ട് ചോദിക്കുമ്പോൾ നീയാണോ മൂ എന്നും അവർ ചോദിക്കുന്നുണ്ട്. അതേന്ന് അവൾ തലയാട്ടുമ്പോൾ ഇപ്പൊ മനസ്സിലായി എന്ന് പറയുന്നവർ എന്റെ പേര് ജൂലി എന്നാണ്, ഞാൻ ജിന്നിന്റെ വൈഫും ഗേൾ ഫ്രണ്ടും ഒന്നും അല്ല, മറിച്ച് ഞാൻ അവന്റെ പേഴ്സണൽ ഡോക്ടർ ആണെന്ന് അവർ പറയുമ്പോൾ പേഴ്സണൽ ഡോക്ടറോ
അതിന് മാത്രം എന്ത് പ്രശ്നം ജിന്നിനുള്ളതെന്ന് അവൾ മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അന്ന് ആ ഒരു ആക്സിഡന്റിൽ ജിന്നിന് സാരമായി പരിക്കേറ്റിരുന്നു. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജിൻ മാറിയിട്ടുണ്ടായിരുന്നു. ആ ടീം അവന് കണ്ടിന്യൂസ് ആയി ട്രീറ്റ്മെന്റ് നൽകി അവന് കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുത്താലേ ലൈഫിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ലിന്നാണ് കാനഡയിൽ ഇത്തരം ഡോക്ടറായി വർക്ക് ചെയ്തിരുന്ന എന്നെ ജിന്നിനെ പേഴ്സണൽ ഡോക്ടറായി ഇവിടേക്ക് വരുത്തിയത്. ഇങ്ങനെ ആ ഒരു ആക്സിഡന്റിന് ശേഷം ജിന്നിന്റെ കൂടെ ഫുൾ ടൈം ഞാനുണ്ടായിരുന്നു. ആക്സിഡന്റ് പറ്റിയ ആ സമയത്തൊക്കെ ഭയങ്കരമായ വേദന കാരണം ജിന്നിനെ കൂടുതലും മരുന്ന് കൊടുത്ത് ഉറക്കി കിടത്തുമായിരുന്നു. പക്ഷെ പാതി ബോധത്തിൽ പോലും അവൻ പലപ്പോഴും എന്തോ ഒന്ന് പുലമ്പുന്നുണ്ടായിരുന്നു. ആദ്യം എനിക്കത് മനസ്സിലായില്ല. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്, അത് മൂ എന്ന പേരാണ്, അതൊരു പെൺകുട്ടിയുടെ പേരാണെന്നൊക്കെ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞ് അവൻ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ഫോട്ടോ എടുത്ത് അവളെ കാണിക്കുന്നുണ്ട്. തീരെ വയ്യാത്തപ്പോ പോലും അവളെ പറ്റി അവൻ എന്തോരം കെയർ ചെയ്തിരുന്നു എന്ന് പറയുന്നവർ അവന്റെ ആരോഗ്യാവസ്ഥയെ പറ്റിയൊക്കെ ചെറിയൊരു സൂചന കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ജിൻ കംപ്ലീറ്റ് ആയി റിക്കവർ ആയിട്ടില്ല അവൻ അന്ന് പറ്റിയ ആക്സിഡന്റിന്റെ സൈഡ് എഫക്റ്റുകളിൽ നിന്ന്. അതുകൊണ്ടാണ് താൻ കൂടെ നിന്ന് ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. തന്നെ ജിന്നിനെ പേഴ്സണൽ ഡോക്ടറായി അപ്പോയിന്റ് ചെയ്തത് ലിന്നാണ് എന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴാണ് ജിൻ ഇത്രത്തോളം ആ ഒരു ആക്സിഡന്റിന് ശേഷം സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന കാര്യം അവൾ പോലും മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ നാട്ടിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നതിന്റെ ഇടയിലാണ് അവൻ കുറച്ചൊന്ന് ബെറ്റർ ആയപ്പോൾ ചൈനയിലേക്ക് പോവാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ആ സമയത്ത് ലിൻ തന്നെയാണ് തന്നെ ജിന്നിന്റെ കാര്യങ്ങൾ ഇവിടെ വെച്ച് നന്നായിട്ട് നോക്കി അവനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനേ അവന്റെ കൂടെ തന്നെ ഇവിടെ പറഞ്ഞു വിട്ടതെന്ന കാര്യങ്ങളും പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിന്നിന്റെ ബാക്കി മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ നാട്ടിലെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ അത് പോയി പരിശോധിക്കാനും പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിൻ ഇവിടെ ഇവർ സംസാരിച്ച് നിൽക്കുകയാണ് എന്ന് അറിയാതെ ജൂലിയെ കോൾ ചെയ്ത് മരുന്ന് വാങ്ങുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. കൂടാതെ അതേസമയം തന്നെ ജൂലിയെ തിരിച്ച് കാനഡയിലേക്ക് പോകുന്നെങ്കിൽ പൊക്കോ എന്ന രീതിക്ക് പറയുമ്പോൾ മൂ ഉള്ളത് കൊണ്ടാണ് ഈ ട്രീറ്റ്മെന്റ് എന്നും പറഞ്ഞ് താൻ കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ ജിന്നിനെ അടക്കി ഇരുത്തുമെന്ന് കരുതി അവൻ തന്നെ ഒഴിവാക്കാൻ നോക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവർ ഓക്കെ എന്റെ മകൻ ഗ്രാജുവേഷന് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക, എന്തായാലും ഞാൻ പോയേക്കല്ലെന്നൊക്കെ പറഞ്ഞ് ഉള്ളിലെല്ലാം മനസ്സിലായി എന്ന രീതിക്ക് അവനെ കളിയാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്ത ശേഷം മൂവിനോട് ഇത്രയും വർഷം ജിൻ ഈ ഒരു കാര്യങ്ങളുടെ പേരിൽ അനുഭവിച്ച ആ ഒരു വേദനയും സ്ട്രഗിളും പറയുന്ന ജൂലിയ അപ്പോഴും ജിൻ മൂവിനെ എത്രത്തോളം കെയർ ചെയ്തിരുന്നു എന്നത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എന്തായാലും അവനെ കൂടെ നിന്ന് നന്നായി നോക്കണമെന്നൊക്കെ മൂവിനോട് അവർ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴാണ് മൂവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അവൻ എന്തുകൊണ്ടാണ് തന്നെ അവോയ്ഡ് ചെയ്തത് ഇപ്പോഴും ചെയ്യാൻ നോക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ. കൂടാതെ അവിടെ വെച്ച് ഈ ആക്സിഡന്റ് പറ്റിയ ശേഷം ജിൻ വരച്ച മൂവിന്റെ ഒരു ചിത്രവും മൂവിന് കിട്ടുന്നുണ്ട്. അതിൽ ആ പടത്തോടൊപ്പം തന്നെ അവൻ ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. മൂവിനെ പൊന്നുപോലെ നോക്കും, അവളെ എത്ര ഹാപ്പിയായി വെക്കും എന്നൊക്കെ. പ്രണയിക്കാൻ ആരംഭിച്ച സമയം അവൾക്ക് അവൻ ചില വാക്കുകൾ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അതൊന്നും പാലിക്കാൻ പറ്റാതെ അവളെ ഇങ്ങനെ അകറ്റി നിർത്തി വിഷമിപ്പിക്കേണ്ടി വന്ന അവന്റെ സാഹചര്യങ്ങളാണ് അവൻ അതിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ അവൻ എത്രത്തോളം സങ്കടമുണ്ട്, കുറ്റബോധം എന്ന് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ തന്റെ പുറകെ നടന്ന് അവൾ ലൈഫ് നശിപ്പിക്കാനുള്ളതല്ല, അവൾ നന്നായി ജീവിക്കണം, ഹാപ്പിയായി ജീവിക്കണം എന്നവൻ ആശംസകളും അതിൽ എഴുതിയിരുന്നു. അങ്ങനെ എന്തായാലും ഭയങ്കര സങ്കടത്തില് മൂ പിന്നീട് ജിന്നുമായുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജിന്നു അവളെ കോൺടാക്ട് ചെയ്ത് ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ കുറച്ച് ജാടയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവൻ വളരെ കാര്യമായി തന്നെ സംസാരിച്ച് അങ്ങനെ ഒടുക്കും അവൾ അവനെ കാണാനേ പോകുന്നുണ്ട്. പക്ഷെ കാണുന്ന ടീമും അവൾ വലിയ മസിൽ പിടിച്ച് അവനെ തന്നെ അടിമുടി നോക്കി നിൽക്കുമ്പോൾ എന്തെങ്കിലും നോക്കുന്നതെന്ന അവന്റെ ചോദ്യത്തിന് ഇത്രയും വർഷം കഴിഞ്ഞ് കണ്ടിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എന്നാ ഞാൻ നോക്കിയതെന്ന് പറയുന്ന അവൾ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് മാറിപ്പോയെന്ന് അവനും പറയുന്നുണ്ട്. പറ, ഇപ്പോഴത്തെ ഞാനാണോ സുന്ദരി, പഴയ ഞാനാണോ സുന്ദരി എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. ഉത്തരം പറഞ്ഞേ പറ്റൂ അവൾ വാശി പിടിക്കുമ്പോൾ നീ എപ്പോഴും സുന്ദരിയാണെന്ന് അവൻ പറയുന്നത് കേട്ട് അവളും ഹാപ്പി ആവുന്നു. അവനാകട്ടെ ആ ടീം അവൾക്കൊരു ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്റെ ഫോൺ കംപ്ലൈന്റ് വേറെ വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവനത് കൊടുക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് ചോദിച്ച് അവനെ കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പാവമായി എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ നിന്നാ പെമ്പിള്ളേരെല്ലാം പറ്റിച്ചോണ്ട് പോകുമല്ലോ എന്നും കൂടി അവൾ പറയുമ്പോൾ അതിന് നീ മറ്റു പെമ്പിള്ളേരെ പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ അടുത്തേക്ക് ചെന്ന് പിന്നെ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് ഉത്തരവില്ല. അത് മനസ്സിലാക്കുന്ന അവൾ സ്വല്പം മാറി നിന്ന് അവനോട് അവൻ ഇപ്പോഴും സിംഗിൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് എത്തി. അത് ഇപ്പോ അറിഞ്ഞിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതിന് ഉത്തരവില്ല. എന്തായാലും അവർ ഇപ്പൊ എത്തിയിരിക്കുന്നത് കുട്ടിക്കാലത്ത് അവർ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതൊരു മല ഏരിയ ആണ്. ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. നമുക്ക് പോകാന്നും പറഞ്ഞാൽ രണ്ടുപേരും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ജിൻ ഫിസിക്കലി വളരെ വീക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന് ശ്വാസം കിട്ടാതെ കിതയ്ക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് മൂ കാണാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ പമ്മി നിൽക്കുന്നുണ്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ കിതപ്പും ആരോഗ്യ പ്രശ്നങ്ങളും അവളെ അറിയിക്കാതിരിക്കാനേ അവൻ അവിടെ ഫോട്ടോ എടുക്കുന്ന കണക്ക് അഭിനയിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കുന്ന അവൾ എപ്പോഴാ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇത്ര ഇൻട്രസ്റ്റ് വന്നതെന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നീ പൊക്കോ, ഞാൻ വരാന്ന് അവൻ പറയുന്ന ടീം അവിടെ ഫോട്ടോ എടുക്കാൻ മാത്രം ഒരു വകയില്ല, ചുമ്മാ ഇവൻ നിൽക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ എന്റെ ഷൂലേസ് ഒന്ന് കെട്ടിട്ടെന്ന് പറഞ്ഞ് കുനിയുമ്പോഴേക്കും അവൻ അവൾക്ക് പണ്ട് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ചെയിൻ അവളുടെ കഴുത്തിൽ കിടക്കുന്നത് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. അവൾ അത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ നോക്കുമ്പോഴേക്കും അത് കാണുന്ന അവൻ എന്തിനാ ഇതിപ്പോഴും നീ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ദേഷ്യത്തില് ഞാൻ പോവാന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു പോയി. കുറെ നേരം കഴിഞ്ഞാണ് അവൻ എത്തുന്നത്. പക്ഷെ അവൻ എത്തുമ്പോഴേക്കും അവിടെ അവളെ കാണാതെ അവൾ എവിടെ പോയെന്ന് കരുതി മുന്നോട്ട് നടക്കുമ്പോൾ അവൻ വരുന്നതിന് മുന്നേ അവിടെ എത്തി മാറി നിൽക്കുകയായിരുന്നു. അവൾ അവന്റെ മുന്നിലേക്ക് ചെന്ന് എന്തിനാ എത്ര നാളിനി ഇങ്ങനെ അഭിനയിക്കും, എത്ര നാള് ഇങ്ങനെ മറിഞ്ഞു ജീവിക്കും എന്നൊക്കെ അവനോട് വളരെ ഇമോഷണലായി ചോദിക്കുമ്പോൾ ഇവളെന്തിപ്പോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. കാരണം അവൾക്ക് കാര്യങ്ങൾ അറിയാമെന്ന് അവൻ അറിയില്ലല്ലോ. അവൻ എന്ത് പറ്റി, എന്തിപ്പോ ഇങ്ങനെ ചോദിച്ചു
ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ എല്ലാം അറിഞ്ഞു. ഞാനിന്ന് വീട്ടിൽ വന്നപ്പോ ജിന്നിന്റെ പേഴ്സണൽ ഡോക്ടറായ ജൂലിയെ കണ്ടിരുന്നു. അവരെന്നോട് എല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ മെഡിക്കൽ റിപ്പോർട്ട്സും കണ്ടു. എന്നോട് ഒന്നും പറയാതെ എന്തിനിങ്ങനെ മറച്ചു വെച്ചതെല്ലാം. അവൾ ഭയങ്കരമായി കരയുമ്പോൾ അവന് ഒന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. പറയുന്നതിന് മുന്നേ അവനും കരയാനേ തുടങ്ങുകയാണ്. അതിനുശേഷം ആക്സിഡന്റ് പറ്റിയ ടൈം ഞാൻ ഭയങ്കരമായ വേദനയിലായിരുന്നു. എന്റെ ബോഡി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായിരുന്നു. ആ ഒരു ടീം നിനക്ക് മുന്നിൽ ഇനിയും നല്ലൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി എന്നെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അത് ശരിയാവില്ല എന്ന് മനസ്സിലായി തന്നെയാണ് ഞാൻ മാറി നിന്നത്. പക്ഷെ അപ്പോഴും എങ്ങനെയും എന്റെ ആരോഗ്യം വീണ്ടെടുത്ത് നിന്റെ അടുത്തേക്ക് എത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നവൻ പറയുമ്പോഴേക്ക് എന്നിട്ട് എന്താ ഇതുവരെ എന്റെ അടുത്ത് വരാതിരുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. പിന്നെ ഞാനൊന്ന് മര്യാദയ്ക്ക് നിൽക്കാറായപ്പോഴേക്കും എനിക്ക് നിന്റെ മുന്നിൽ വന്ന നിന്നെ എന്റെ ലൈഫിലേക്ക് കൂട്ടുമ്പോൾ നിനക്ക് വേണ്ട ഒരു സൗകര്യം തരാനായി എന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു വട്ട പൂജയായിട്ട് നിൽക്കല്ലായിരുന്നു. അതുകൊണ്ട് ഒന്ന് ചെറുതായി തന്നെ നിവർന്ന് നിൽക്കാൻ പറ്റിയപ്പോഴേ ഞാൻ ഈ ചൈനയിലേക്ക് വന്ന് ഇവിടെ എല്ലാം ഒന്ന് സെറ്റിലാക്കാൻ തുടങ്ങിയത്. എനിക്കൊന്നിനും ഒരു സാവകാശം കിട്ടിയിരുന്നില്ല എന്നെല്ലാം അവൻ പറയുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അവനൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ഇങ്ങനെ അകറ്റി നിർത്താൻ നോക്കുകയാണല്ലോ, എന്തുകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്, തന്നോട് എല്ലാം ഷെയർ ചെയ്താന്നൊക്കെ അവൾക്ക് ഭയങ്കര സങ്കടം. അവൾ ആ സങ്കടപ്പെടുന്നതിന് അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ട്. അവളെ ഇങ്ങനെ അകറ്റി നിർത്തി സങ്കടപ്പെടുത്തുന്നതിന് അവന്റേതായ കാരണങ്ങളുണ്ട്. എന്തായാലും അന്ന് ഭയങ്കര ഇമോഷണൽ ആയ ഒരു കോൺവെർസേഷൻ ആയിരുന്നു അവർക്കിടയിൽ നടന്നത്. എന്തായാലും അന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ജിൻ ഭയങ്കര സങ്കടത്തില് ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കാനഡയിലേക്ക് മൂവ് പോകുന്നതിന് മുന്നേ ജിൻ ആവശ്യപ്പെട്ട പ്രകാരം സാൻലി മൂവിനെ ജിന്നിനെ കാണാനായി കൊണ്ടുവന്നിരുന്നല്ലോ. അന്ന് അവർ തമ്മിൽ കണ്ട് സംസാരിച്ചപ്പോൾ മൂവിനോട് ലൈഫിൽ മൂവ് ഓൺ ചെയ്യണം, അവൾ പോകുന്ന സ്ഥലത്ത് നല്ല ലൈഫ് അവൾക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ അവൻ ആശംസിച്ച് അവളെ പറഞ്ഞു വിട്ടെങ്കിലും അവൾ പോയ ശേഷം അവനെ ഇരുന്ന സ്ഥലത്ത് നിന്നൊന്ന് എണ്ണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവൾ മുന്നിലിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കരഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള ഒരു ശേഷി പോലും അവന് കൈ പൊക്കി ചെയ്യാനായിട്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് കണ്ടപ്പോഴും അവൾക്ക് അത്രയും കാര്യമൊന്നും പിടികിട്ടിയിട്ടില്ല. അവൾ കൊച്ചു കുട്ടിയല്ലേ. പക്ഷെ പിന്നീട് ഇങ്ങനെ അവന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാവുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് റിക്കവർ ആവാൻ ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ടി വന്നു. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെയാണ് അവൻ ആലോചിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം തന്നെ അവന്റെ ബോഡി ഭയങ്കര വീക്ക് ആയതുകൊണ്ട് തന്നെ ട്രിപ്സ് ഇടാനും മറ്റവനൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അത് മൂവിനോട് പറഞ്ഞിട്ടില്ല. ഇതേ ടീം മൂവിന് ജൂലിയ മെസ്സേജ് അയക്കുന്നുണ്ട്. ജിന്നിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യണം. ജിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ശ്വാസം മുട്ടലോ അണക്കലോ ഒക്കെ അനുഭവപ്പെട്ടാൽ അത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്നിങ്ങനെ പല കാര്യങ്ങളും. എന്തായാലും ജിന്നിനെ കാണാൻ വേണ്ടി മൂവ് വേഗം തന്നെ അവന് മെസ്സേജ് അയക്കുമ്പോൾ അവൻ അപ്പോഴും ഹോസ്പിറ്റലാണെന്ന കാര്യങ്ങൾ അവളോട് പറയുന്നില്ല. മറിച്ച് വൈകിട്ട് കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ രാവിലെ കാണാനായിട്ട് അവൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് രാവിലെ ഞാൻ കുറച്ച് ബിസി ആണെന്ന് പറയുന്നവൻ വൈകിട്ട് കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് അവൾക്ക് റിപ്ലൈ അയക്കുന്ന കൂട്ടത്തിൽ തന്നെ അവന്റെ ആ ഒരു ഐവിയുടെ ഡ്രിപ്സ് വീഴുന്ന ആ ഒരു സ്പീഡ് കുറച്ച് കൂട്ടിയിടുന്നുണ്ട്, നേഴ്സ് ആരും കാണാതെ. അല്ലെങ്കിൽ ഇത് നോർമൽ സ്പീഡിൽ വീണ ഇപ്പോഴെങ്കിലും തനിക്ക് മൂവിനെ കാണാൻ പോകാൻ സാധിക്കില്ലെന്ന് അറിയാവുന്നവൻ അപ്പോഴും അവളോടുള്ള ആ ഒരു ആഗ്രഹവും സ്നേഹവും ഒക്കെ കൊണ്ട് അവളെ പെട്ടെന്ന് കാണാൻ പോകാൻ വേണ്ടി ഇതുപോലും ചെയ്യുന്നുണ്ട്. എന്തായാലും പറഞ്ഞ സമയത്ത് ജിന്നിനെ കാണാനായി കോഫി ഷോപ്പിന്റെ അവിടേക്ക് മൂവ് ചെല്ലുമ്പോൾ അവിടെ സ്റ്റാഫ്സ് കസ്റ്റമേഴ്സ് എല്ലാം പോയി കഴിഞ്ഞുള്ള സമയമാണ്. അവിടെ അവർ ഫുഡ് കഴിക്കാനേ ഇരിക്കുകയാണ്. അവിടെ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി ഇവർക്കും കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മൂവ് വാങ്ങിച്ചോണ്ട് വന്ന് അത് അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ബോസ് ഇവിടെ ഇല്ലാന്ന് പറയുന്നവർ അദ്ദേഹം ഹോസ്പിറ്റലിൽ ഡ്രിപ്സ് ഇടാൻ പോയിരിക്കുകയാണ്, എന്തോ പനിയോ മറ്റോ പിടിച്ചിട്ടുണ്ട്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോഴാണ് മൂവ് ആ കാര്യം അറിയുന്നത്. അവൾ വളരെ ഷോക്കായി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് ജിൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ എത്തുന്നുണ്ട്. എവിടേക്കാ പോക്കെന്നും പറഞ്ഞ് അവളെ കണ്ടവൻ കളിയാക്കുമ്പോൾ അവൾ ജാട ഇട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാഫ് സാർ ഡ്രിപ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞോന്ന് പെട്ടെന്ന് അവന്റെ ഹോസ്പിറ്റലിലെ കാര്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ആ ഒരു കാര്യം മൂവ് അറിയാതിരിക്കാനായി അവരെ പെട്ടെന്ന് സംസാരം നിർത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. കൂടാതെ കയ്യിൽ ആ ഒരു ഡ്രിപ്സ് ഇട്ടതിന്റെ അവിടുത്തെ ബാൻഡേജും കാര്യങ്ങളും ഒക്കെ തന്നെ വേഗം അവൻ അഴിക്കുകയും ചെയ്യുന്നു. എന്നാലും അവരവിടുന്ന് പോകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആ മൂവ് പെട്ടെന്ന് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് ഭയങ്കര ഇമോഷണലി അവനോട് എങ്ങനെയുണ്ട് ഇപ്പൊ, പനിയൊക്കെ മാറിയെന്നൊക്കെ എല്ലാം തനിക്ക് മനസ്സിലായി എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോഴേക്കും അത് കേൾക്കുന്ന അവൻ അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി ഇങ്ങനെ എത്തുന്നുണ്ട്. പണ്ട് തൊട്ടേ മൂവിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുന്ന ഒരു രീതി ജിന്നിനുണ്ടല്ലോ. അതേ കണക്ക് അവളുടെ അടുത്ത് വളരെ ക്ലോസ് ആയി വന്ന് നിന്നവൻ എനിക്ക് എങ്ങനെയുണ്ടെന്ന് നീ തന്നെ നോക്കെന്നും പറഞ്ഞ് അവളുടെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കി വളരെ ക്ലോസ് ആയി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.